ഇങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ഭാഗവാക്കാകുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. Thank the Lord for this wonderful opportunity to be a part of this fasting and prayer sessions. കർത്താവിനെ അന്വേഷിക്കുന്നത്, സീക്കിംഗ് ദ ലോർഡ് ഈസ് സച്ച് എ പവർഫുൾ തിങ്. കർത്താവിനെ അന്വേഷിക്കുന്നത് വളരെ ശക്തിയേറിയ ഒരു കാര്യമാണ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഈ 6 ദിവസത്തിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഡെവലപ്പായി വന്നെങ്കിൽ 21 ദിവസമാകുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കും. Amen. If within 6 days of prayer and fasting, if we have such a powerful atmosphere open here, I can't even imagine what would happen on the 21st day towards the end of the sessions. ആത്മീക കാര്യങ്ങൾ എത്ര ആഴത്തിൽ പോകുന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് പോകാൻ താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. Amen. The more you get into depths of the spiritual realm, the interest for you to get into even more depths keeps increasing. എത്ര വെളിയിലേക്ക് പോകുന്നു അത്രയും വീണ്ടും വെളിയിൽ പോകാനുള്ള താല്പര്യവും ഉണ്ടാകും. The more you go outside of this, you will be attracted or pulled more away from this. ബൈബിൾ 5 ദിവസം തുറക്കാതിരുന്ന് കഴിഞ്ഞാൽ 5 ദിവസം വായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വായിക്കാൻ തോന്നത്തില്ല. എന്നാൽ പിന്നെ കുറെ നാളും കൂടെ വായിക്കണ്ടെന്നേ തോന്നത്തുള്ളൂ. Amen. Say you don't read Bible for 5 days. On the 6th day, you wouldn't think, oh Lord, I didn't read Bible for 5 days. You would think, okay, it's okay to skip one more day. കാരണം ആത്മീക കാര്യങ്ങൾ, ആത്മീകമായിട്ടുള്ള ആ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മളെ ഫർദർ അതിനേക്ക് ഡീപ് ഡൈവ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഇൻസ്പയർ ചെയ്യും. Amen. When you get into the depths of the spiritual atmosphere, it encourages us to deep dive into that. പലർക്കും മുമ്പിൽ ഈ പുസ്തകം അടഞ്ഞു കിടക്കുക. For a lot of people, this book is a closed book. എന്ന് പറഞ്ഞാൽ അവർ വായിക്കും വല്ലപ്പോഴും ഒക്കെ, പക്ഷേ ഇതിനകത്ത് നിന്ന് അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. A lot of people read the book once in a while, but they do not receive a lot of things from the word. എന്നാൽ ചിലർക്കുണ്ടല്ലോ അവർക്കങ്ങ് ദൈവം അങ്ങ് നിറച്ചം കൊടുക്കുന്ന പോലെ. But for some people, they get a lot of treasures from this text. നിങ്ങൾ എത്രയും ഈ പുസ്തകം തുറക്കുന്നോ അത്രയും അധികം അതിനകത്തെ ട്രഷേഴ്സ് അൺകവർ ചെയ്യാനായിട്ട്. The more you read this book, the more treasures are uncovered. ആത്മാവിൽ നിങ്ങൾ എത്രമാത്രം മൂവ് ചെയ്യുന്നോ അത്രയും അധികം മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ജനറേറ്റ് ആകാനായിട്ട്. The more you move in the spiritual realm, the more you get inspired to move more. നമ്മുടെ ഇവിടെ ചില സഹോദരന്മാരൊക്കെ ഒത്തിരി ദിവസം കൊണ്ട് ഉപവാസം രാത്രിയിൽ ഉറങ്ങുന്നില്ല എന്നൊക്കെ ഞാൻ കേട്ടു. I heard about people who don't sleep at nights and they've been fasting for months long. അത് കേൾക്കുന്ന ഉടനെ മറ്റുള്ളവർക്ക് തോന്നി ഇതെങ്ങനെയാ പോസിബിൾ എന്നുള്ള ഒരു ചിന്ത വരും. For some people, when you hear this, you may think, how is this possible for them? എന്നാൽ ആത്മാവ് ശരീരത്തെ ടേക്ക് ഓവർ ചെയ്യുന്ന ഉടനെ സാധാരണ മനുഷ്യന് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോസിബിൾ ആകാൻ തുടങ്ങും. Amen. The moment a spiritual realm takes over as a physical body, for ordinary people it may seem impossible, but the spiritual realm has almost taken it over. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഇപ്പോഴും തീരത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങാൻ തുടങ്ങാം വെള്ളത്തിലേക്ക്. If you are still in the peripheries, you need to get ready to get into the waters. നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ആഴത്തിലേക്ക് പോകാൻ അപ്നയാപ്പ് നിങ്ങൾക്കൊരു സന്തോഷം വരും. Amen. When you start getting into the waters, you will understand that you can get deeper into that. അത് വീണ്ടും നിങ്ങളെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമായിട്ട് മാറും. Then that will turn into an experience where you can't cross it without swimming. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോഴും കരയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ആ വെള്ളത്തിലേക്ക്, ആ ആത്മിക അനുഭവത്തിലേക്ക് ഇറങ്ങ്. Even today, if you are right now sitting at the peripheries, get ready to dive deep into the waters. കാരണം സമയം, ഈ കാലം, ഈ ലോകം വളരെ ദുഷ്ടതയിലേക്ക് പോകുമ്പോൾ ആത്മാവിന്റെ ശക്തിയിലും ആത്മാവിന്റെ മൂവിലും മാത്രമേ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. Amen. When the times are getting worse and worse, when the world is headed to its destruction, only by the Spirit of the Lord we can tackle all of these challenges. ഏറ്റവും സമയം ഏറ്റവും ആത്മീക ഉണർവിന്റെ സമയവുമായി മാറാൻ കഴിയും. Amen. The most wicked times of the era could turn into the most powerful revival of the ages. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞു, നമ്മുടെ UP-യിലുള്ള ഒരു ദേവദാസൻ പാസ്റ്റർ വിജയകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അവിടെ ബെയിൽ അപ്രൂവ് ആയി. Amen. This morning I got to know a pastor from UP called Vijay Kumar. He was allowed bail from jail. മിർസാപൂരിലുള്ള ഒരു പാസ്റ്ററാണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. നല്ല വലിയൊരു ചർച്ചായിരുന്നു. He's a pastor from Mirzapur in India. I've been to that church and they have a good big church. ഒത്തിരി നാളായിട്ട് അദ്ദേഹത്തിനെതിരെ അവർ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി, നടന്നില്ല. എന്നാൽ റീസെന്റ് പുള്ളിയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ദൈവം അദ്ദേഹത്തെ
വെളിയിൽ കൊണ്ടുവന്നു. Amen. They've been trying to plot things against him for a very long time. They couldn't work it out, but recently he got arrested. But now, this morning, I heard that the Lord delivered him. പറഞ്ഞതിന്റെ കാര്യം UP-യിലെ പെർസിക്യൂഷൻ കൂടുന്നതോടൊപ്പം ദൈവശക്തിയും ദൈവപ്രവൃത്തിയും വളരെ ശക്തമായിട്ട് ആഴത്തിൽ വർദ്ധിക്കുന്നതും കാണാൻ കഴിയുന്നു. As the space of persecution is increasing in UP, we see the act and wonders of the Lord performed in UP as well. ദുഷ്ടത വർദ്ധിച്ചു വരുമ്പോൾ, കാലം മോശമായി വരുമ്പോൾ ആത്മാവിന്റെ വലിയ നദിയുടെ ഒഴുക്കും വർദ്ധിക്കാൻ കഴിയും, വർദ്ധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. As the intensity of evil world gets thicker and thicker, the move of the Holy Spirit strengthens again and again up and above. വചനത്തിൽ ദാനിയേൽ പ്രവാചകൻ പറയുന്നത്, those who know their God will do great exploits. Amen. ദൈവത്തെ അറിയുന്നവർ ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ വീര്യപ്രവൃത്തികളെ ചെയ്യുമെന്ന് ഹല്ലേലൂയ. നാം കർത്താവിനെ അറിയുന്നവരായി ഇന്റിമസിയിൽ നടക്കുന്നവരായി തീർന്നാൽ കർത്താവ് നമ്മിലൂടെ ഈ 2025 മുതൽ മുമ്പോട്ടുള്ള ഈ സമയത്ത് വലിയ എക്സ്പ്ലോയിറ്റ്സ് ചെയ്യിപ്പിക്കാനായിട്ട്. If we are people who walk in close relation to God, with the intimacy with God, the Lord will use us in this times of 2025 and forward to do great exploit for the kingdom. ഈ ഗ്രേറ്റ് എക്സ്പ്ലോയിറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ഏജൻസി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. The most important agency to become a great exploit for the Lord to use us for his great exploits is through the Holy Spirit. പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യുന്നത്. The wonders are worked by the Holy Spirit. പരിശുദ്ധാത്മാവിൽ നടക്കുന്നവരാലാണ് ഇത് സംഭവ്യമാകുന്നത്. Only by people who walk in the Holy Spirit this can be done. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും ചെയ്തിട്ടില്ലാത്തതും കയറി ചെന്നിട്ടില്ലാത്തതുമായ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെല്ലാനായിട്ട് തുടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാനായിട്ട് തുടങ്ങും. The Lord will open doors for you where people have never stepped into by the power of the Holy Spirit if you are ready to walk in the Spirit. It is the season of the work of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുടെ ഒരു കാലഘട്ടം തുറന്നു കിടക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി ചില വിഷയങ്ങൾ പറഞ്ഞ് ഈ വലിയ ആത്മീക ഉണർവിലേക്ക് ഈ സഭയെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. I want to invite this church into the Holy Spirit revival that's already been stirred up in the place by talking some things about the Holy Spirit. Already നിങ്ങൾ അതിൽ നടക്കുന്നതായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ പ്രേരിപ്പിച്ച ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. Already there are people who are walking in the Holy Spirit and by the Holy Spirit. I just want to remind certain things that the Holy Spirit enlightened my heart. ഹൃദയത്തോടെ ആയിരിക്കണം. Be with an open hearted mindset. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി ഹൃദയത്തെ തുറന്നിരിക്കണം. Keep your minds and hearts open for the Holy Spirit to intervene and talk to you. ദൈവത്തിന്റെ ആത്മാവ് വൻ കാര്യങ്ങളെ നമ്മിലൂടെ ചെയ്യും. The Lord will do great things. ആ ദൈവത്തിന്റെ ആത്മാവിനെ പറ്റി നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അതിന്റെ മൂലഭാഷയിലുള്ള ശബ്ദം എന്ന് പറയുന്നത് റുവാഹ് എന്നാണ്. Ruach is the term as a root term used for Holy Spirit. പരിശുദ്ധാത്മാവിനെ പറ്റി 1-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. In Genesis chapter 1 verse 2 we read about the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. The Spirit of God was hovering over the surface of waters. 2-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി. He breathed the breath of life into the man's nostrils. പറഞ്ഞാട്ടെ, ജീവശ്വാസം. Breath of life. അപ്പൊ റുവാഹ് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ബ്രെത്ത് എന്നാണ്, അല്ലെങ്കിൽ വിൻഡ് എന്നുള്ള രീതിയിലാണ്. The very meaning of the term ruach means breath or wind. ആമേൻ. പരിശുദ്ധാത്മാവിനെ പറ്റി പ്രതീകങ്ങളായിട്ട് പല ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്കറിയാം. Several things that are depicted as Holy Spirit. നദിയായിട്ട്, like a river, തീയായിട്ട്, like fire, പിന്നെ വിൻഡായിട്ട്, like wind. ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ചില പ്രത്യേക
വ്യക്തിവിശേഷങ്ങളെ അവന്റെ ശക്തിയെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളാണ്. These are symbols used to showcase the power of the Holy Spirit in various sectors or various aspects. പരിശുദ്ധാത്മാവ് തീയല്ല, Holy Spirit is not just fire. പരിശുദ്ധാത്മാവ് കാറ്റല്ല, Holy Spirit is not just a wind. പരിശുദ്ധാത്മാവ് നദിയല്ല, Holy Spirit is not just river. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, Holy ത്രിയേക ദൈവമാണ്. Holy Spirit is a person in the Trinity. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ചില പ്രത്യേക വിഷയങ്ങൾ കാണിക്കാൻ വേണ്ടി ഈ പിക്ചർ ഉപയോഗിച്ചാൽ അത് വളരെ ക്ലാരിറ്റിയോടെ നമ്മുടെ മുമ്പിൽ വരും. But just to explain certain works of the Holy Spirit in clarity, these kind of symbols are used across the word. പേരിനകത്ത് തന്നെ നോക്കിയ റുവാഹ് എന്ന് പറയുമ്പോൾ ബ്രത്ത് എന്നാണ് പറയുന്നത്. Oh, look at the term itself. Ruach means breath. നമ്മൾ വിചാരിക്കും ഇത് വളരെ നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ്, എറ്റിമോളജി ഒക്കെ പറയുവാണെന്ന് വിചാരിക്കും. എന്നാൽ വിൻഡ് എന്ന് പറയുന്ന ഈ പിക്ചർ, കാറ്റെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ആ മേഖല, ആ മണ്ഡലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 21st സെഞ്ചുറിയിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Amen. We may think we are learning the root words and etymology of these things that it may seem silly, but the word ruach, or it means breath, it has so much of significance at this age of 21st century. കാരണം പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തി കാറ്റിന്റെ ലെവലിൽ എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്തതെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ അത്ഭുതം തോന്നും. We will be wonderstruck if we look how the power of the Holy Spirit moves like a wind. നമ്മള് പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. When we see Exodus chapter 11, 11-ാം അധ്യായം, Exodus chapter 11, അതിന്റെ 31-ാം വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം, പുറപ്പാടല്ല, സംഖ്യ, സോറി, Numbers chapter 11. Numbers chapter 11 verse 31. ആമേൻ, അത്ര മതി. ഇസ്രായേലിയര് ഈജിപ്തിൽ നിന്നിറങ്ങി ചെങ്കടലിനെ ക്രോസ് ചെയ്ത് സിനായ് പർവ്വതത്തിന്റെ മുമ്പിൽ നിന്നതിന് ശേഷം അവര് ഫർദർ ഡൗൺ അവർ മരുഭൂമിയിലെത്തിയിരിക്കുകയാണ്. After crossing the Red Sea, after facing the Sinai Mount, they are again back into a phase of wilderness. ഗൂഗിൾ മാപ്സിനകത്തോ അല്ലെങ്കിൽ GPS-നകത്തോ പിടിക്കാൻ പറ്റാത്ത മരുഭൂമിയിലെ ഒരു വളരെ ആഴത്തിലുള്ള ഒരു സ്ഥലം. They are in a very deep area of wilderness which cannot be caught by any GPS systems. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതിന്റെ സാഹചര്യങ്ങളെ കോണ്ടെക്സ്റ്റ് ഒന്നും പറയാതെ തന്നെ 31-ാം വാക്യത്തിലേക്ക് ഡയറക്റ്റ് പോവാണ്. We're not getting into the context and things that are happening above it. We're directly diving into 31. 31-ാം വാക്യത്തിൽ പറയാണ്, now a wind went out from the Lord and drove quail in from the sea. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. ഇവരിപ്പോൾ ആയിരിക്കുന്നത് മരുഭൂമിയിലാണ്. Oh, they are in the wilderness. അവര് സമുദ്രതീരത്ത് നിന്ന് വളരെയധികം കിലോമീറ്റർ അകത്താണ് അവര്. They are very far away from the seashores and the water bodies. എന്നാൽ ഒരു സാഹചര്യം വന്നപ്പോൾ, But when a situation arises, ദൈവത്തിൽ നിന്നൊരു കാറ്റ് പുറപ്പെട്ടെന്ന് there is എഴുതിയിരിക്കുകയാണ്. a wind that the Lord sends. ആ കാറ്റ് കാടപ്പക്ഷികളെ സമുദ്രഭാഗത്ത് നിന്ന് എടുത്തോണ്ട് വന്നു. That brought quails from the seas and it brought it to where they were. നമ്മൾ നാട്ടിലെ പറയാണ്, സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞ ഡെലിവറി ആപ്ലിക്കേഷൻസ് ഉണ്ട്, കമ്പനി ഉണ്ട്. അവർക്ക് നമ്മളൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര ദൂരത്തു നിന്നാണേലും കൊണ്ടുവന്ന് ആ പർട്ടിക്കുലർ അഡ്രസ്സിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. ഇവിടെയും കാണും അങ്ങനെയുള്ള സംഭവം. Like we have Uber Eats and DoorDash and things like that here to deliver things from afar to where we are. It is a similar situation that happened right here in verse 31. അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്. പക്ഷെങ്കിൽ അനേക കിലോമീറ്ററുകൾ, hundreds or thousands of kilometers സമുദ്ര തീരത്ത് നിന്ന് to the point ഈ കാറ്റ് കാടപ്പക്ഷികളെ എടുത്തോണ്ട് വരിക. Amen. This wind that the Lord sent is bringing quails crossing hundreds and thousands of kilometers and miles to the point where the people of God are there. ഡീറ്റെയിൽ വായിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഈ മരുഭൂമിയിൽ ആരും അറിയാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവരുടെ പാളയത്തിനകത്ത് എക്സാക്ട്ലി ആ സ്പോട്ടിൽ വന്ന് ഈ കാടപ്പക്ഷികളെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുക. Amen. You must understand the fact that when people around
them, or anybody doesn't know where they are exactly located, but exactly in their tent, within their encampment, these quails come and fall. It is as if that wind that was driving those quails from the ocean, that wind had a direction to come, and it exactly brought those quails right there in the camp. ഈ കാറ്റ് വരുന്നത്, ഈ കാറ്റിന് അറിയാവുന്ന ഒരു ദിശ പോലെ കാറ്റ് കറക്റ്റ് ആയിട്ട് ഇസ്രായേൽ മക്കൾ ഇരിക്കുന്ന ഇടത്ത് കാടയെ കൊണ്ടിരുന്ന നമുക്ക് അവിടെ കാണാൻ ഞാൻ സാധിക്കും. പറയുന്നത് ഇത് ദൈവം സ്റ്റാർട്ട് ചെയ്ത ഒരു കാറ്റ് എന്നുള്ളതിലുപരിയായിട്ട് ആ കാറ്റിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു അദൃശ്യമായ ശക്തിയുണ്ട്. Amen. More than a wind that the Lord initiated, there is a power with which this wind is operating. നമ്മൾ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഉൽപ്പത്തിയിൽ വായിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. Oh, as we read in Genesis chapter 1 verse 2, the Spirit of the Lord was hovering upon the waters. When the Lord breathed into his nostrils, he became a living flesh. ദൈവം ആ മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതിയപ്പോൾ അവന്റെ ഉള്ളിൽ ജീവശ്വാസം വന്നു. അതായത് കാറ്റെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലും ആ കാറ്റിനകത്തൊരു ജീവനുണ്ട്. Amen. Even though we say it as a wind or a breath, it is life. കാറ്റിനകത്തൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ ഉണ്ട്. It contains life and it contains a sense of direction. ആ കാറ്റിനകത്ത് വളരെ അധികം ശക്തിയുണ്ട്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് അവരുടെ പാളയത്തിനകത്ത് 3 feet ഗ്രൗണ്ടിന് മുകളില് ഏത് 1 day walking directionല് അത്രേ അധികം കാടപ്പക്ഷിയെ കൊണ്ട് നിറച്ചു. The amount of quail is mentioned there for miles in every direction. There were quails flying about 3 feet above the ground. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിൻഡ്. We see a very powerful wind in that place. ഞാൻ പറഞ്ഞു വെക്കുന്ന തീസിസ് എന്ന് പറയുന്ന ഇതാണ്, ഇത് ദൈവം സ്റ്റാർട്ട് ചെയ്ത വെറും ഒരു കാറ്റല്ല, എന്നാൽ അതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചിട്ട് ഈ കാടപ്പക്ഷികളെ പാളയത്തിനകത്ത് വലിയ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്ന് ലാൻഡ് What ചെയ്യുകയാണ്. I'm trying to say here is it's just not a wind that the Lord initiated, but a wind which is operating by the power of the Holy Spirit, bringing as much as quails that they require and place them in the camp. ഞാൻ പറഞ്ഞു വെക്കുന്ന ആത്മീകമായിട്ടുള്ള മർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു കാറ്റ് പോലെ ജനത്തിന്റെ മേൽ അടിച്ചിട്ട് അവര് വേണ്ടാന്ന് അവര് വിചാരിച്ചു നിൽക്കുമ്പോഴും അവരെ കൊണ്ടുവന്ന് ദൈവം തന്റെ പാളയത്തിൽ അവരെ ലാൻഡ് ചെയ്യാൻ പോയിക്കുന്ന സമയങ്ങളാണ്. What I'm trying to say here is when the wind of the Holy Spirit moves, it brings people who doesn't even want to be here, and the Lord will provide everything for them. ഒരിക്കലും വേണമെന്ന് അവർക്ക് താല്പര്യമില്ലായിരുന്നു. They were never interested for all these things. അവര് ചർച്ചിനെ പറ്റി വിചാരിക്കുന്ന ചർച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥന ആരാധന ഇതൊക്കെ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തോന്നിയ പോലെ നടക്കാൻ പറ്റത്തില്ലെന്നാണ് അവരുടെ അസസ്മെന്റ്. They were never interested in things in the church and spiritual growth. They always think it's all about prayer and I cannot live my life. അന്ന് ആ കാടപ്പക്ഷികളിൽ ഒരുത്തനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും, എന്തിന് ഞാൻ ഇസ്രായേലിന്റെ പാളയത്തിൽ പോകണം, ഞാൻ അവരുടെ ഇറച്ചിയാകാൻ പോവാ. Oh, if you ask the quail will say, why would I go to them, because I'm going to be killed and eaten up. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ കാറ്റായി വീശിയപ്പോൾ ഇറച്ചിയാകാനാണെങ്കിലും കാടപ്പക്ഷി അന്ന് അവരുടെ ക്യാമ്പിൽ എത്തപ്പെട്ടു. But the wind of the Holy Spirit, when the wind of the Lord blew about them, the quails came even though they were going to be eaten up. ലോക മനുഷ്യനെ അവന്റെ താല്പര്യങ്ങൾക്ക് വിപരീതമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് കയറ്റിക്കൊണ്ടുവരുന്ന സമയങ്ങളാണിത്. This is the season where the Lord is bringing people from outside this, even despite of their disinterest, into the church for his purposes. അവർക്ക് ചർച്ചിനെ പറ്റി അറിയാം. They know about the church. അവർക്കറിയാം ചർച്ചിൽ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ താന്തോന്നി തരത്തിലൊന്നും നടക്കാൻ പറ്റത്തില്ലെന്ന് അറിയാം, അതുകൊണ്ട് അവർ വരാത്തെ. They know that if they get involved in the church, they cannot live their life the way they want it to be. That is exactly why they don't make it to church. എന്നാൽ അവരെ കമ്പൽ ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി ഈ പട്ടണത്തിന്റെ മേലെ ലോക രാഷ്ട്രങ്ങളുടെ മേൽ അടിക്കാൻ പോകുകയാണ്. വലിയൊരു കൂട്ടം സഭയ്ക്കകത്ത് വരാൻ പോകുകയാണ്. But the power of God, the wind of the Holy Spirit is going to blow upon the city and the nations, bringing in people into the church.
church. ഓ മന്ത്രിമാര്, അവർ അതോറിറ്റിയിൽ ഇരിക്കുന്നവര്, വലിയ അധികാരികള്, വലിയ പണക്കാർ, അവർക്കറിയാം ചർച്ചിൽ പോയാ പിന്നെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോകുമെന്ന് അവരുടെ അസസ്മെന്റ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ അടിച്ചിട്ട് അവരെ മാസ് ലെവലിൽ അവരെ കൊണ്ടുവരാൻ പോകുകയാണ്. Ministers and rich businessmen know if you get to church, you cannot live the way you want it to be, but the power of the Holy Spirit and the wind of the Lord is going to blow, and there is going to be a mass attraction of such people into the church. കാരണം ഈ സമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിപാടിയുടെ കൺക്ലൂഷന്റെ സമയങ്ങളാണിത്. Oh, this is the time of the conclusion or the fulfillment of the promises of the Lord about this church. End time harvestനെ ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിവരുത്തുന്ന സമയമാണിത്. Oh, this is the time where the Lord brings masses of people into the church. വേണ്ട വേണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് തന്നെ വലിയൊരു ജനക്കൂട്ടത്തെ സ്വർഗ്ഗത്തിലെ ദൈവം അകത്ത് കൊണ്ടുവരാൻ പോകുന്ന Even though we സമയമാണ്. say it's enough, Lord, we don't want, or when people are also in the mindset of not coming, but the Lord is going to attract people. എന്നാലൊന്ന് കേട്ടോണേ, ഈ കാറ്റ് നിന്നിലൂടെയാണ് അടിക്കേണ്ടത്. Amen. Hear this carefully. This wind has to blow through you. എവിടെയെങ്കിലും അന്തരീക്ഷത്തില് അതങ്ങ് പ്രവർത്തിച്ചോളും എന്ന് വിചാരിച്ചിരിക്കരുത്. Do not think that somewhere in the atmosphere it will keep working. യോഹന്നാന്റെ സുവിശേഷം 7:37-38 വാക്യത്തിൽ പ്രകാരം In പറയുന്നുണ്ട്, John 7:37-38 we read, ദാഹിക്കുന്നവർ എന്റെ അടുക്ക വന്ന് കുടിക്കട്ടെ, everybody who thirsts, let them come and അവര് drink to കുടിച്ചു me. കഴിയുമ്പോ അവരുടെ അകത്ത് നിന്ന് അതൊരു ജീവജല നദിയായിട്ട് അത് ഒഴുകാൻ തുടങ്ങും. Amen. Once they drink, from their belly shall flow the rivers of living water. എന്നിട്ട് അവിടെ ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. And it is clearly written there, he was speaking of the Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ അകത്ത് അടിക്കുമ്പോൾ Oh, the moment the wind of the Holy Spirit moves inside of അത് you, നിന്റെ അകത്ത് നിൽക്കത്തില്ല. it will not contain itself within അത് you. വലിയ കൊടുങ്കാറ്റായിട്ട് നിന്നിലൂടെ പുറപ്പെട്ടു വരാനായിട്ട് Like a തുടങ്ങും. wildfire, it will move from you. നീ അത് കുടിച്ചപ്പോൾ അല്പം വെള്ളം കുടിക്കുന്നത് പോലെ ചില സിപ്പായിരുന്നു എടുത്തത്. When you took part of it, you only felt like you were taking part of water. എന്നാൽ നിന്റെ അകത്ത് നിന്ന് ആ വെള്ളം ഇറങ്ങി വരുന്നത് നദിയായിട്ടാണ്. But the moment it starts overflowing from you, it flows as a നിങ്ങൾ river. ഒന്നുകൂടെ കേട്ടെ, അവിടെ എഴുതിയിരിക്കുന്നത് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വെള്ളം കുടിക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. Amen. Exactly written. It is how anyone who is thirsty come to me and drink. എന്നാൽ ഒരുത്തൻ കുടിച്ചു കഴിഞ്ഞാല് But once he drinks, അവന്റെ അകത്ത് അത് അത്രയും വെള്ളമല്ല, കുറച്ചുകൂടെ വെള്ളമല്ല, അത് നദിയായിട്ട് ഒഴുകാൻ തുടങ്ങും. it is not in the capacity how he drank comes out. It comes out in the form of a river of living water. ദൈവത്തിന്റെ കാറ്റടിച്ചാല് Once the power of the Holy നീ Spirit അതൊരു hits you, ഇത്രയുമായിരിക്കും അനുഭവിച്ചത്. you may only experience a bit of water, എന്നാൽ അത് നിന്റെ അകത്ത് നിന്ന് കൊടുങ്കാറ്റായിട്ട് അടിക്കാൻ പോവുകയാണ്. but it will come out of you as a wild wind. നിന്റെ അകത്ത് നിന്ന് അത് വലിയ കാടപ്പക്ഷികളുടെ കൂട്ടത്തെ കൊണ്ടുവരുന്നത് പോലെ ശക്തിയുള്ള പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. But once the wind comes out from you, it has the power to bring quails. That's the greatest amount of miracle that നമുക്ക് happens. ഇച്ചിരൂടെ വചനത്തിൽ നോക്കി അത് ഇപ്പം കൂടെ ഒന്ന് അകത്തോട്ട് കയറ്റി വിടാം. Oh, let's get deeper into the word and കാരണം understand നിങ്ങൾ the ഇന്ന് ഈ വചനം റിസീവ് ചെയ്യണം. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാറ്റ് പോലെ അടിക്കാൻ If പോവുകയാണ്. you are ready to receive this word this morning, the Lord is going to move like a wild wind in this room. അതിനുശേഷം ആ കാറ്റിന്റെ ശക്തി, അതിന്റെ പ്രഭാവം നിങ്ങൾ പോകുന്നിടത്തൊക്കെയും ജനത്തെ തൊടാൻ പോവുകയാണ്. And you will see the reflection of this wind flowing wherever you go. നിന്റെ ശബ്ദത്തിലൂടെ, നിന്റെ വാക്കിലൂടെ അതിന്റെ ശക്തി ജനത്തിന്റെ ജീവിതത്തെ തൊടാൻ പോവുകയാണ്. From your word, from your sight, to wherever you go, from your voice, this will touch the hearts of people. ഹല്ലേലൂയ. Hallelujah. ഒരല്പ ഫീഡ്ബാക്ക് മാത്രം ഇതിന് ഇച്ചിരി കൂട്ടാമോ? 37-ാം അധ്യായം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം. ഒത്തിരി കേട്ടിട്ടുള്ള വചനമാണ്. എന്നാൽ ഇന്ന് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ടിരുന്ന് ഒന്ന് കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള രീതിയിൽ ഒന്ന് ഇരുന്നാട്ട് 2-3 വാക്യങ്ങൾ മാത്രം അതിനകത്ത് ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. Ezekiel 37. 9-ാം വാക്യം വായിച്ചാൽ മതി. Amen. ആമേൻ. അത്ര മതി. അവിടെ ദൈവത്തിന്റെ ദാസനായ യെഹെസ്കേലിനെ
ദൈവാത്മാവ് അവനെ ആ വാലിയിൽ കൊണ്ട് നിർത്തിയിരിക്കുക. The Spirit of Lord has placed a prophet Ezekiel in a valley. ആ 4-ാം വാക്യം വായിക്കുന്ന നമ്മൾ പറയുകയാണ്, മനസ്സിലാകും അവിടെ ആ ബോൺസിനോട്, ആ ഉണക്കിയ അസ്ഥിയോട് പ്രവചിക്കാൻ പറയുന്നത് കാണുന്നുണ്ട്. The Spirit of the Lord is asking him to speak or prophesy over those dry bones. അത് ആ അസ്ഥിയൊക്കെ ഒന്നിനോടൊന്ന് ചേർന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷെ അതിനകത്ത് ജീവശ്വാസമില്ല. അതായത് ജീവനുള്ള ഒരു ദേഹിയായിട്ട് ആ വ്യക്തി അല്ലെ ആ സൈന്യം മാറിയിട്ടില്ല. It is put together with flesh to flesh and vein to vein, but it does not have life in it. It does not have the completion in it. 9-ാം വാക്യത്തിൽ പറയുകയാണ്, നീ കാറ്റിനോട് കൽപ്പിക്കുക. In verse 9 it says, speak to the winds. പറയുകയാണ്, ഒന്ന് വായിച്ചേ ഒന്നുകൂടെ 9-ാം വാക്യം. ആ ആ ആ ആ ആ ആ ആ ഞാനൊന്ന് ചോദിക്കട്ടെ. Let me ask you. കാറ്റ് മന്ദമാരുതനാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും അത് മരിക്കാൻ കിടക്കുന്ന ഒരുത്തന്റെ മേൽ അടിച്ചാൽ അവൻ ജീവൻ പ്രാപിക്കുമോ? Amen. Whatever kind of wind you are talking, if it blows over something that's already dead or about to die, will it come back to life? അത് ചുഴലിക്കാറ്റാണെങ്കിലും ഏത് പവറിലുള്ള കാറ്റാണെങ്കിലും മരിച്ചു കിടക്കുന്ന ഒരുത്തന്റെ അകത്തൊരു ചലനമെങ്കിലും ഉണ്ടാകുമോ? Even if it's a tornado or if any sort of wind with great intensity, will that have the power to bring life to a dead body? ഭൂമിയുടെ 4 ദിശയിൽ നിന്ന് ഒരുമിച്ച് കാറ്റ് വന്ന അടിച്ചാലും ഒരു വ്യക്തിയെങ്കിലും ജീവിക്കുമോ? From all 4 directions of the earth, if winds come together, will even one person come alive? ഒരിക്കലുമില്ല. Never in the world. എന്നാൽ ഇവിടെ പ്രോഫസി പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ ചുറ്റുമുള്ള 4 കാറ്റിനോട് കൽപ്പിക്കുക, അത് വന്ന് വീശട്ടെ, ഇതിനകത്ത് ജീവവായു വരട്ടെ. But the prophetic word here is, come, O breath, from 4 sides of wind. Breathe into these dead bodies so they may live again. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, You must understand. സീസൺ ചേഞ്ച് ചെയ്യുന്നതില് കാറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. There is a important place the wind plays in a season change or a shift. കേരളക്കരയിലെ ജൂൺ മാസത്തിൽ മൺസൂൺ വരുന്നതിന് മുമ്പ് കാറ്റിന്റെ ദിശ മാറി വരുന്നത് കൊണ്ടാണ് ആ ജൂൺ മാസം 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് അവിടെ മൺസൂൺ തുടങ്ങുന്നത്. The major play that wind plays when there is a shift in season in Kerala in June, the onset of monsoon, there is a wind that blows prior to it. ഹെവി സമ്മർ നോർത്ത് ഇന്ത്യ വരുന്നതിന് മുമ്പ് അതിനെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കാറ്റ് വേറൊരു ദിശയിൽ അവിടോട്ട് അടിക്കാൻ തുടങ്ങും. Right before summer in North India, there is another wind that blows from a different direction to bring over this heat. ഞാൻ ഇതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു. എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഭൂമിയുടെ മുകളിലെ സീസണിന്റെ ചേഞ്ച് വരുന്നതിന് കാറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. Amen. When I tried to do a little bit of research and study, I understood for every weather change or season change on the earth, wind plays a great importance. അതായത് കാറ്റ് മാറിയാല് അത് സസ്റ്റൈനബിൾ ആയിട്ട് നിന്നാല് സീസൺ ചേഞ്ച് ചെയ്യും. Only when the wind blow is sustaining or consistent, there will be season changes regularly. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഒരു സഭയുടെ മേൽ, ഒരു പട്ടണത്തിന്റെ മേൽ അടിച്ചാല് പെട്ടെന്ന് സീസൺ ചേഞ്ച് ചെയ്യും. Amen. The moment the wind of the Holy Spirit blows over a church, that changes the season of a church. സീസൺ ചേഞ്ച് എന്ന് പറഞ്ഞതിന്റെ ഡെപ്ത് ഓഫ് ദ മാറ്റർ എന്തുവാന്ന് ചോദിച്ചാല്, അവിടെ വസന്തം വരുന്നുണ്ട്. ഒരു വൃക്ഷത്തിൽ മാത്രമല്ല പൂ വരുന്നത്, അവിടെയുള്ള മിക്കവാറും വൃക്ഷങ്ങളിലെല്ലാം പൂ വരും. When the season changes, if you ask me the matter of fact, when there is a spring there, every tree, every plant will blossom. മഴക്കാലം വരുന്ന ഉടനെ, മഴ പെയ്യുന്ന ഉടനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, അതിന് ചുറ്റുപാടുമുള്ള വലിയൊരു റീജിയനിൽ മഴ പെയ്യാനായിട്ട് The തുടങ്ങും. significance of season is when a place is covered with monsoon, it's not just a limited geographical area, but it's the entire vicinity. അതായത് ഇവിടുത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അകത്തു നിന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റടിക്കാൻ തുടങ്ങിയാൽ ഈ റീജിയനെ മുഴുവൻ തൊടുന്ന രീതിയിലുള്ള ഒരു സീസൺ ചേഞ്ച് നടക്കാൻ പോകുകയാണ്. But if there is a wind of the Holy Spirit that springs forth from these 21 days of fasting prayer, that could change the situation and season of this entire region. ഞാൻ പറയട്ടെ, ഈ വചനം, ഈ വാക്യം, ഈ വേദഭാഗം ഞാൻ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ, നിന്റെ ഇന്റലക്ട്
ഇന്റലക്റ്റിനെ തൃപ്തിപ്പെടുത്താനല്ല ഇന്ന് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഈ ആത്മീക മണ്ഡലത്തിന്റെ മേലെ ഒരു വലിയ സീസൺ ചേഞ്ചിനെ കൊണ്ടുവരികയാണ്. The Lord is bringing forth a season change in the spiritual realms of this church. I'm not speaking to satisfy any intellectual minds here this morning. നീ കുടിച്ചാൽ നിന്റെ അകത്ത് നിന്ന് നദി വരുന്നത് പോലെ, If you drink and when rivers start flowing through you, നിന്റെ അകത്ത് കാറ്റടിച്ചാലും നിന്റെ ചുറ്റുപാടും വീശുന്ന രീതിയിൽ വലിയ കൊടുങ്കാറ്റായി അത് മാറും. if there is a wind that blows within you, around you there will be a big greater measure of wind. നീ പരിശുദ്ധാത്മാവിന്റെ ആ കൂട്ടായ്മയിലേക്ക്, ഇന്റൻസിറ്റിയിലേക്ക്, ഡെപ്തിലേക്ക് ഇറങ്ങിയ നീ പോകുന്നിടത്ത് എല്ലാം പരിശുദ്ധാത്മാവ് ജനത്തെ സ്പർശിക്കാൻ The തുടങ്ങും. more depth you get into the realms of the Holy Spirit personally, wherever you go, the Lord will start moving. ഇവിടെ കാറ്റേ ഈ നിഹതന്മാരുടെ മേല് നീ അടിക്ക എന്ന് പറയുകയാണ്. Oh, the prophet is prophesying, oh, breathe from this wind, breathe into these dead bodies. ആ 10-ാം വാക്യം പറയുകയാണ്. In verse 10 we read, ആ ആ ആ അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ കാറ്റടിച്ചത് കൊണ്ട് അവരല്ല ജീവിച്ചത്. amen. Here what I'm trying to say is they're not living because there was an ordinary wind that blew. അവൻ കാറ്റിനോട് പ്രവചിച്ചെങ്കിലും അവിടെ ഒരു ആത്മിക കാറ്റ്, ദൈവത്തിന്റെ റുവാഹ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിഹതന്മാരുടെ മേൽ വീശിയത് കൊണ്ട് അവരൊരു വലിയ സേനയായി. Even though he commanded to the wind, there was a breath of God, there was a ruach of God that blowed over those dead bodies that became a great life and an army. അതായത് ഞാൻ പറഞ്ഞു വെക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുമ്പോൾ മരിച്ചു കിടന്നത്, ഉണങ്ങിപ്പോയത് ജീവൻ പ്രാപിക്കാൻ When the breath of God, the ruach of God blows over a place, the dead bodies and things that has ever dried up will come back to life. ഓ, നീ വെർബലൈസ് ചെയ്യുന്നതേ ഉള്ളായിരിക്കാം, പറയുന്നതേ ഉള്ളായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ വായില് ശബ്ദം വരുമ്പോൾ ആ കാറ്റടിക്കാൻ തുടങ്ങും. You may only be verbalizing it with your mouth the moment you declare it, the wind of the Lord will start അതായത് flowing. ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ് ആത്മീക മണ്ഡലത്തിൽ അടിക്കുന്നതും വെളിയിലൊരു സാധാരണ കാറ്റ് അടിക്കുന്നതും തമ്മിൽ കമ്പയറബിൾ അല്ല. എങ്കിലും ജീവൻ കൊടുക്കുന്ന രീതിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അവിടെ അടിക്കപ്പെട്ടു, അവിടെ ജീവൻ നൽകപ്പെട്ടു. Amen. You cannot compare with the wind of the Holy Spirit that is blown in the heavenlies and the wind that's blown in the physical realm. But once the wind or the ruach of God blows, there will be a life that manifests within it. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 21 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഈ പട്ടണത്തെ എങ്ങനെ അഫക്ട് ചെയ്യുന്നത്, നിങ്ങൾ വിചാരിക്കും മറ്റു വ്യക്തികളെ എങ്ങനെ അഫക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ദൈവത്തിന്റെ ടൈമിങ്, ദൈവത്തിന്റെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾ കാണുന്നതിലുപരിയായിട്ട് വലിയ ഒരു ആത്മീക കാറ്റടിക്കാൻ പോകുകയാണ്. You may think in this 21 days of fasting and prayer, how is this going to impact the city? How is this going to impact the people of this region? But the divine timing of the Lord is in play tonight as we pray. Glory be to God. അപ്പോസ്തല പ്രവൃത്തി 1-2 അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ആ പെന്തക്കോസ്ത് ദിവസത്തിന്റെ പറ്റിയുള്ള വചനഭാഗത്തിലേക്ക് ഒന്ന് വന്നാണ്. Let's come back to the very familiar portion of the Pentecost day in Acts chapter 1 and 2. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? It's written there, Acts chapter 2 verse 1. അല്പം കൂടെ വായിച്ചാട്ടെ. ആമേൻ, അത്രയും മതി. അപ്പൊ അവിടെ അന്ന് സംഭവിക്കുന്ന പെന്തക്കോസ്ത് ദിവസത്തില്
ഇസ്രായേലിയ പുരുഷന്മാർക്ക് ദൈവസന്നിധി നിൽക്കേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു സെലിബ്രേഷന്റെ സമയമാണ്. For Israelites to stand, there is a celebration that is ordained, the day of Pentecost. അപ്പൊ അന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിയർ എസ്പെഷ്യലി പുരുഷന്മാര് ആ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. Israeli people, especially men, have come to that city at that point. സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് യെരൂശലേം മന്ദിരത്തിന് യെരൂശലേം ടെമ്പിളിനടുക്കലാണ്. They are near the temple of Jerusalem in that area. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവര് കഴിഞ്ഞ 10 ദിവസമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു വാഗ്ദാനത്തിന് വേണ്ടി. It is near that these people are gathered together and praying for the past 10 days. അപ്പൊ അങ്ങനെ അവര് പ്രാർത്ഥനയെ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥന പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ When the Pentecost day arrived, പെട്ടെന്ന് എഴുതിയിരിക്കുന്ന suddenly a sound like the blowing of a violent wind came from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു കൊടിയ കാറ്റടിച്ചു. ആമേൻ. Amen. ഹെസ്കേൽ പ്രവാചകന്റെ ആ പ്രവചനം ഒന്ന് ചിന്തിച്ച് ദൈവം അവനോട് പറഞ്ഞു നീ പ്രവചിക്ക കാറ്റുകളോട്. Amen. Look at what the Lord is asking prophet Isaiah to prophesy. അത് കഴിഞ്ഞ് അവിടെ ഒരു ജീവൻ പ്രാപിക്കുന്ന പ്രക്രിയ. Prophesy to the winds and then there is a life impartation. അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തില് ദൈവം ഒരു കാറ്റയച്ചിട്ട് കാടപ്പക്ഷികളെ സമുദ്രത്തിൽ നിന്ന് മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുവന്നു. Similar to that in Numbers we just meditated on the portion where quails were brought to the wilderness by the wind of the Lord. അങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ്. ഇവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വയലന്റ് വിൻഡ് പോലെ അവർ വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. There is a sound of a violent wind that comes forth in that upper room. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് and filled the whole house where they were sitting. And അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അവരുടെ ഇരുന്നിടം മുഴുവൻ അത് നിറച്ചു. സ്വർഗ്ഗത്തിൽ നിന്നൊരു കാറ്റടിക്കുന്നു. Oh, there is a wind blowing right from heaven. ആ കാറ്റ് വന്ന് ഇതുപോലെ അവർ ഇരിക്കുന്ന 120 പേര് ഇരിക്കുന്ന ആ റൂമിൽ അങ്ങ് നിറച്ചെന്ന് എഴുതിയിരിക്കുകയാണ്. And it filled the entire house where they were seated. എന്തോ ഒരു എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ്. Oh, there is some kind of an external manifestation. എനിക്ക് അറിഞ്ഞുകൂടാ അവർ ചെവി കൊണ്ട് കേൾക്കുമായിരുന്നോ. They were till now hearing from with their ears. എനിക്ക് അറിഞ്ഞുകൂടാ അവർ കാറ്റടിക്കുന്നോണ്ട് അതും ഇതൊക്കെ പറക്കുന്ന പോലെ അവർക്ക് തോന്നുമായിരുന്നു. They might have felt like things flying around them. അതല്ല ഞാൻ പറയാൻ I am ആഗ്രഹിക്കുന്നത്. not talking about that. അതിനെപ്പറ്റി നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് അറിയേണ്ട ആവശ്യവുമില്ല. And we don't have the requirement to know about what's going on. എന്നാൽ അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റൂഹാഹ് ദൈവത്തിന്റെ breath of God അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. But see, the breath of God, the ruach of God is manifesting upon them. അപ്പൊ ദൈവത്തിന്റെ ആ റൂഹാഹ് ഇറങ്ങുന്നുണ്ട്. നമുക്കറിയാം അത് ജീവൻ കൊടുക്കുന്ന ആത്മാവാണ്. We know for a fact that the ruach of God brings life into people. ആ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് നിനക്ക് വേണ്ടിയത് സഭയ്ക്ക് വേണ്ടത് ലോകത്തിൽ നിന്ന് പോലും അതിനെ ഇവിടെ നിന്റെ നടുവിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന്റെ Amen. The ആത്മാവാണ്. power of God, the Spirit of God has the power to bring things from the external into the church to satisfy its needs. അവർ അന്യഭാഷയെ സംസാരിച്ചതും തീനാവ് പോലെ അഗ്നി ഇറങ്ങിയത് ഒന്നും ഇപ്പൊ ഞാൻ തൊടുന്നില്ല. I'm not touching on the parts where they spoke in tongues and the fire came down. എന്നാൽ ഇതിന്റെ ബാക്കിയായിട്ട് നടന്ന ഒരു സംഭവം ഇവിടെ എഴുതി But വെച്ചിരിക്കുകയാണ്. there is something that is written in the following അവിടെ verses. എഴുതി വെച്ചിരിക്കുകയാണ് 5-ാമത്തെ വാക്യം മുതൽ അങ്ങോട്ട്. From verse 5 onwards we read. യെരൂശലേമിൽ വന്ന യഹൂദന്മാർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവര് ഇവരിങ്ങനെ ഒരു ശബ്ദം കേട്ടു. They heard a sound of multitude that came together. അവര് കേട്ട ശബ്ദം എന്താ? What is the sound that they heard? 120 പേര് കിടന്ന് അന്യഭാഷയെ പറയുന്നതിന്റെ ശബ്ദം കേട്ടിട്ടാണോ അവര് വന്നത്? Did they hear 120 people speaking in other tongues? അവരിങ്ങനെ ശബ്ദം കേട്ടെന്ന് എഴുതിയിരിക്കുന്നു. There is only a mention about they hearing a sound. അപ്പൊ ഇതിന് തൊട്ടു മുമ്പുള്ള കാര്യം നമ്മൾ ശരിക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ശബ്ദത്തിന്റെ കാര്യം പ്രധാനമായിട്ട് പറയുന്നത് സൗണ്ട് ലൈക്ക് ദ ബ്ലോവിംഗ് ഓഫ് എ വയലന്റ് വിൻഡ്. ഒരു കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം അവർ കേട്ടു എന്ന് നമുക്ക് രണ്ടാം വാക്യത്തിൽ കാണാം. ഇതിനകത്ത് ഇവരുടെ മുറിക്കകത്ത് നിറഞ്ഞു നിന്ന കാറ്റിന്റെ ശബ്ദം ആ യെരൂശലേം മന്ദിരത്തിനടുക്കല് കൂടിയിരുന്ന യഹോവയുടെ മുമ്പിൽ ആരാധന അർപ്പിച്ചുകൊണ്ടിരുന്ന അവിടെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ കുടുംബങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ യഹൂദന്മാരുടെ ചെവിയിലും ആ കാറ്റടിച്ചു. The sound like a mighty rushing wind that filled the entire house
house was audible outside at the people who were celebrating festival there. ഈ കാറ്റിന്റെ ശബ്ദം അവര് കേട്ടെന്നതിലുപരിയായിട്ട് ഇതിന്റെ ഫലസ്വരൂപമായിട്ട് എന്ത് നടന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. It is very significant to understand what happened following those instances. ഈ കാറ്റിന്റെ ശബ്ദം കേട്ടിട്ട് അവരെ ദൈവം വസിക്കുന്നു എന്ന് യഹൂദന്മാര് വിശ്വസിക്കുന്ന മന്ദിരത്തെ വിട്ടിട്ട് ഇപ്പൊ ദൈവ സാന്നിധ്യം ഇറങ്ങിയിരിക്കുന്ന പെന്തക്കോസ് നടക്കുന്ന ആ മാളിക മുറിയിലേക്ക് അവർ ഓടിയെടുക്കുകയാണ്. When the sound of that wind came in their ears, they left that temple where they believed the presence of the Lord was dwelling, and they came into that place where these people were worshiping and the presence moved. യെരൂശലേം മന്ദിരത്തെ പറ്റി ദൈവം ഒരിക്കൽ അവരോട് പറഞ്ഞിരുന്നതാണ്, ഇവിടെ എന്റെ നാമം വസിക്കും, ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും. അവിടെ അവിടെ അതിപരിശുദ്ധ സ്ഥാനത്ത് അതിവിശുദ്ധ സ്ഥാനത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലമൊക്കെ ആയിരുന്നു. എന്നാൽ അതിനെയൊക്കെ വിട്ടിട്ട് അവരാ സൈക്കോളജിക്കൽ ബാരിയറിനെ ഒക്കെ ക്രോസ് ചെയ്ത് അവരെ ഈ മാളിക മുറിയിലേക്ക് എത്തുകയാണ്. Amen. Look at what is happening there. The Lord had themselves told to them about the temple of Jerusalem. This is the place where the presence of the Lord dwells, in the Holy of Holies. Everything will happen there. But at that point, when they heard this voice, they are running to the upper room. ഈ സമയത്ത് പലരുടെയും സൈക്കോളജിക്കൽ ബാരിയർ അവരെ ദൈവ സഭയിൽ അകറ്റി നിർത്തിയിരുന്നതിനെ ദൈവം ബ്രേക്ക് ചെയ്ത് ജനത്തെ സഭയ്ക്കകത്ത് കൊണ്ടുവരും. It is that at that point where a lot of psychological barriers were broken and they were brought back into the church. മെന്റൽ സ്ട്രോങ് ഹോൾഡിനെ കർത്താവ് ബ്രേക്ക് ചെയ്തിട്ട് സഭയ്ക്കകത്ത് ജനത്തെ കൊണ്ടുവരും. The Lord started breaking mental strongholds and bringing them to the living presence of God. സോഷ്യൽ സ്റ്റേറ്റസിനെ പറ്റിയുള്ള അവരുടെ കൺസേണിനെ മറന്നിട്ട് അവർ ദൈവസഭയ്ക്കകത്ത് ജനം വരും. The Lord started bringing people where they forgot about their social status concerns. ഞാൻ ഇത് വിളിച്ചു പറയുമ്പോൾ ഞാൻ വളരെ ഉറപ്പോടെ വളരെ കൺവിക്ഷനോടെ നിങ്ങളോട് പറയുകയാണ്, നിന്റെ അകത്ത് നീ കാറ്റടിച്ചാൽ ഈ കാറ്റിന്റെ മുഴക്കം ചിലയിടത്തൊക്കെ ദൈവം കേൾപ്പിക്കും. Amen. If with so much conviction and assurance, let me tell you, if this wind starts blowing from you, the Lord will break certain barriers and bring people in. നിന്റെ അകത്ത് നീ നദി ഒഴുകാൻ തുടങ്ങിയാൽ ചില വ്യക്തി ജീവിതങ്ങൾ നീ കാരണം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. If this river starts flowing from within you, some people around you will be blessed because of you. നീ വിചാരിക്കാത്ത രീതിയിൽ ദൈവം വലയിട്ട് ജനത്തെ കൊണ്ടുവരാൻ തുടങ്ങും. The Lord will cast his net and bring people in even beyond your imagination. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ആ സംഖ്യാപുസ്തകത്തില് ദൈവം കാറ്റടിപ്പിച്ച് സമുദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരത്തില് ഇസ്രായേലിന്റെ പാളയത്തിൽ ജനത്തെ കൊണ്ടുവന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് വലയിട്ട് ജാതികളെ അവിശ്വാസികളെ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന സീസണാണെന്ന് മനസ്സിലായിക്കോണം. This is the season, just like how we read, he brought quails from one end of the world to the wilderness by the wind of the Holy Spirit. This is the season where unbelievers are attracted to the church. എത്ര പറഞ്ഞാലും കേൾക്കാത്ത വ്യക്തികൾ. There are people who, how much ever you tell them, they don't listen. ഹൃദയം കഠിനമായ വ്യക്തി There ജീവിതങ്ങൾ. are people whose hearts are hardened. ലോകത്തിന്റെ സൗകര്യങ്ങളിൽ മതോന്മത്തരായി ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ. There are people who are so living in the pleasures of the world. അവരെയൊക്കെ വലിച്ചുകൊണ്ട് ദൈവം തന്റെ പാളയത്തിൽ കൊണ്ടെത്തിക്കും. This will attract, the Lord himself will attract them to the church. അവര് പറയും എനിക്ക് പോകണ്ടെന്ന് പറയും, പക്ഷെ അവരെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരും. Oh, they themselves, their minds wouldn't allow them to move to the church, but the Lord, the Holy Spirit will അവര് bring them. തിയററ്റിക്കലി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കും ദൈവം ഇല്ലെന്ന്. They might be thinking in their minds there is no existence of God. എന്നാൽ ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെട്ടിട്ട് ചില ശക്തി പുറപ്പെട്ട് എന്നിട്ട് ഈ ജനത്തെ സഭയ്ക്കകത്ത് കയറ്റാൻ പോവുകയാണ്. A power released from Jesus, and this power will bring people in. നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, പാസ്റ്റർ ഞങ്ങൾ എത്ര കണ്ടത് ഇവിടെ ലാർജ്ലി ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഞങ്ങൾ താമസിക്കുക. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇന്ന് കേട്ടോളൂ, ദൈവത്തിന്റെ ആത്മാവ് വളരെ അത്ഭുതകരമായിട്ട് ഇങ്ങനെ ജനത്തെ വലിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവൃത്തി ഈ അമേരിക്കക്കകത്ത്, ഈ ടൽസായിക്കകത്ത്, ഈ ഒക്ലഹോമ ഏരിയയിൽ ഞാൻ പറയണ ലോക രാജ്യങ്ങളിലൊക്കെ അയക്കാൻ പോവുകയാണ്. You may say we are living in one of the most biggest Christian countries, but the Lord is bringing certain people into the church, attracting his people into Tulsa and Oklahoma and across the nations. ഞാൻ കർത്താവിനെ സ്വീകരിച്ചത് റെയ്നാഡ് ബോങ്കയുടെ ക്രൂസൈഡിലാ.
I received the Lord as my personal savior at a crusade. അദ്ദേഹം തന്നെ conducted by ടെസ്റ്റിമണി പറയുന്ന ഇപ്രകാരമാണ്. Reinhard Bonnke, and he shares his testimony in താനെ this manner. ആഫ്രിക്ക ദൈവം തന്നെ കാണിച്ചിട്ട് അവിടെ പോകാൻ പറഞ്ഞു. The Lord asked him to go, showed him Africa and asked him to head there. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും പറയുന്നത്, പക്ഷേ ഇൻ ലാർജർ ടേംസ് ഞാൻ പറയുന്നതാണ് വിഷയം. Amen. The specifics may mismatch, but this is the bigger picture. തുടക്കത്തിൽ താൻ ചെല്ലുമ്പോഴേ കാര്യമായിട്ടൊന്നും നടന്നില്ല. Amen. When he went initially, there was nothing significant that happened. അങ്ങനെ കാര്യമായിട്ട് ദൈവം പറഞ്ഞ പോലൊന്നും പ്രവർത്തികളൊന്നും അവിടെ All നടക്കുന്നില്ലായിരുന്നു. those things that the Lord promised did not happen in the initial stages. എന്നാൽ ആ സമയത്ത് അദ്ദേഹം ഒരു ദർശനം കണ്ടു. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നു. But at that point, he sees a vision where the blood of Jesus is washing the entire continent of ആഫ്രിക്കയുടെ Africa. സ്ഥിതി എന്തായിരുന്നു? What was the condition of Africa? മന്ത്രവാദത്തിൽ കിടക്കുന്ന It ജനം, was completely filled with sorcery, ആഭിചാരം ചെയ്യുന്ന black ജനം, magic, HIV എയ്ഡ്സ് പോലുള്ള രോഗത്തിൽ പെട്ടുകിടക്കുന്ന a ജനം. lot of diseases like HIV and AIDS. അവിടെ മന്ത്രവാദികൾക്ക് കാശ് കൊടുത്ത് അവരവരുടെ ജീവിതത്തിൽ അവരുടെ പണസമ്പത്തെല്ലാം നശിപ്പിക്കുന്ന They സമയം. were wasting all their money to these black magicians and sorcerers. അപ്പോൾ ഈ മനുഷ്യൻ കേട്ടു ആഫ്രിക്കൻ ഭൂഖണ്ഡം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടും. But that is the point where this man receives a vision. The blood of Jesus will wash the entire അത് കഴിഞ്ഞ് continent. ഇദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റേഡിയങ്ങള് നിറയാനായിട്ട് തുടങ്ങി. And after that, once he started preaching, stadiums started to fill up. 7,000 10,000 പേര് വരുന്ന സ്റ്റേഡിയം അല്ല, Not just stadiums of 7,000 and 10,000. ലക്ഷങ്ങൾ വരുന്ന സ്റ്റേഡിയം. Oh, stadiums of capacities with thousands of ദൈവത്തിന്റെ people. സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സീസൺ ആകുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ നിങ്ങൾ അറിയാത്ത മെഷർമെന്റിൽ കാര്യങ്ങൾ നടക്കാനായിട്ട് തുടങ്ങും. Amen. When the timing of the Lord attacks, or when the Spirit of the Lord moves, the things of God will be beyond your measure. ഞാൻ പറയട്ടെ, പഞ്ചാബിലെ കാര്യം തന്നെ നിങ്ങൾക്കെല്ലാം പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ പഞ്ചാബിൽ ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അനേക വർഷം കൊണ്ട് പഞ്ചാബിൽ അമൃത്സറിൽ ഞങ്ങൾക്ക് ചർച്ച ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗുരുദ്വാര പ്രോമിനന്റ് ആയിരുന്നു. Amen. Years back, there is this church in Punjab. We have a church in Punjab. It is a Gurudwara specific place. ഞാൻ പറയുന്നത് പഞ്ചാബിലെ ഗുരുദ്വാരയായിരുന്നു പ്രോമിനന്റ് ആയിട്ട് നിന്നിരുന്നത്. The most prominent factor of Punjab was the Gurudwaras there. ആ സമയത്തൊക്കെ അമൃത്സറിൽ ഒരു പാസ്റ്റർ വർഗീസ് ആണെന്ന് തോന്നുന്നു, ബേബി വർഗീസ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്കായിരുന്നു ഏറ്റവും വലിയതാണ് 400-500 പേരൊക്കെയുള്ള സഭ. Pastor Baby Varghese' church at that point was the biggest church in that place, in that locality, around 400-500 people. ഒത്തിരി ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടും വേലയൊക്കെ നടന്നിട്ടും ചർച്ചുകളൊന്നും വളരുന്നില്ലായിരുന്നു. There are a lot of people who are doing mission works there, but the churches weren't growing beyond a measure. എന്നാൽ ഇപ്പോഴൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സിറ്റികളിലും പഞ്ചാബില് സോഷ്യൽ മീഡിയ നിങ്ങൾ കാണാത്തത് ഒത്തിരിയുണ്ട്. അങ്ങനെയുള്ള സഭകളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വളരുക. Amen. For a fact, what is happening right now in Punjab, in every city, every church that is growing beyond measure, even more than what we see on social media. വചനമൊക്കെ പൂർണ്ണമായിട്ട് പറയുന്നുണ്ടോ, മൊത്തം പറയുന്നുണ്ടോ, കറക്റ്റ് പറയുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി അഭിപ്രായ വ്യത്യാസം നമുക്ക് കാണുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് സഭയ്ക്കകത്ത് ജനത്തെ കൊണ്ടങ്ങ് നിറയ്ക്കുക. We may have difference of opinion, people filling up, or they conduct church in different methods or methodologies, or their teachings. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തമായ ഒരു പ്രവൃത്തി ആ റീജിയനിൽ, ആ ഏരിയയിൽ അങ്ങ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. But the Spirit of the Lord is moving and the power of God is manifesting in a great measure in that place. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ആ ആത്മാവിന്റെ പ്രവൃത്തി തുടങ്ങുമ്പോൾ എന്നെ കൊണ്ട് കഴിയുമെന്ന് ജനം ചിന്തിച്ചതിന്റെ മൾട്ടി ഫോൾഡ് എക്സ്പോണൻഷ്യൽ ലെവലില് ദൈവം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. Amen. When the Spirit of the Lord starts to move, whatever people thought I had the potential for, He moves beyond that measure. ഈ സഭ അടുത്ത 10 വർഷത്തിനുള്ളിൽ എത്ര ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ എന്തോ ചിന്തിച്ചോ അതിന്റെയൊക്കെ മൾട്ടി ഫോൾഡ് ഈ സഭയ്ക്കകത്തോടെ ദൈവം ചെയ്യാൻ കഴിയും. 10-15 years back, what the vision of this church was, I don't know, but the Lord wants to do something multi beyond measure what you ഞാൻ have. പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ കാറ്റ് നിന്റെ ഉള്ളിൽ വീശട്ടെ. I am saying, let that wind of the Lord move within you. ആ കാറ്റ് വീശുമ്പോൾ നീ പറഞ്ഞു ഒരുത്തനെ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവരെ കൊണ്ടുവന്ന് ചർച്ചിനകത്ത് ലാൻഡ് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. Amen. More than you or talking to people and bringing and inviting them to church, the Spirit of God will bring multitudes. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Are you ഇത് listening? ഒരു സീസൺ ചേഞ്ചിന്റെ സമയമാണ്. Oh, this is the time of a season change. സീസൺ ചേഞ്ചിന്റെ സമയം എന്തുകൊണ്ടാണ്? കാരണം ആത്മാവിന്റെ കാറ്റ് സഭയുടെ മേൽ അടിക്കുകയാണ്. Why is this a season change? The wind of the Lord is blowing over the church. ഭൗതികമായിട്ട്
കാറ്റടിച്ചാൽ സീസൺ മാറുമെങ്കിൽ ആത്മാവിന്റെ കാറ്റടിച്ച് ആത്മീക സീസണിനെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റുകയാണ്. If in the physical world, if a wind comes, the seasons can change in the weather. The Lord can blow wind and seasons can change in the spiritual. ഒരു വചനഭാഗം കൂടെ പറഞ്ഞോട്ടെ. Let me talk to you about one more യോഹന്നാന്റെ place. സുവിശേഷം 21 അധ്യായം. John chapter 21. ഒത്തിരി വായിച്ചിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ അവിടെ നോക്കാം. Very familiar portion. ആ ആ ആ ആ ആറാമത്തെ വാക്യം വായിച്ചോ. ആമേൻ, അത്രയും മതി. ഇവിടെ കാറ്റും കോളും ഒന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ യേശു അവരോട് പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുക. We don't see any mention about winds or anything of such sort, but Jesus is telling them, cast the net on the right അവർ side of the boat. രാത്രി മുഴുവൻ അധ്വാനിച്ച് അവർക്കൊന്നും കിട്ടിയില്ല. They toiled all night and they did not get anything. എന്നാൽ പ്രഭാതമായപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ വീശാൻ. But in the morning, Jesus is telling them, cast your net. അവര് ആ വലത്ത് ഭാഗത്ത് വല വീശിയപ്പോഴ് കർത്താവ് പറഞ്ഞത്, you will find some. Amen. It is written there, when you cast your net, you will find some. മലയാളത്തിൽ എന്തോ എഴുതിയിരിക്കുന്ന 8-ാം വാക്യം, 8-6 എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അത്രേ പറഞ്ഞുള്ളൂ. പിന്നെന്താ സംഭവിച്ചത് അടുത്ത ഭാഗത്ത്? ഞാൻ ഈ വചനത്തില് എഴുതിയിട്ടില്ലാത്തതും എന്നാൽ ഞാനൊന്ന് ഇമാജിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യം പറയാം. Let me tell you an imagination in my brain, a thought process there. യേശു അത് പറഞ്ഞ് ഇവരത് അനുസരിച്ചപ്പോൾ, when Jesus spoke those words and when they obeyed, ആ കല്ലിന്റെ അടിയിൽ പോയി പാത്തിരുന്ന മീനുകളും those fishes that were hidden inside the sea, അവരുടെ വലയ്ക്കകത്ത് നിന്ന് വെളിയിൽ അവിടെ ഇവിടെയൊക്കെ ആഴത്തിൽ പോയിരുന്ന മീനുകളും, those nets that were escaping, those fishes that were escaping ദാണ്ടത് their വലയാ nets, വരുന്നത് ഇതിനകത്ത് കേറരുതെന്ന് അന്യോന്യം പറഞ്ഞുകൊണ്ടിരുന്ന മീനുകളും, those fishes must have been talking, those nets are being casted, do not get into രണ്ടാമത് them. ഈ വല അങ്ങോട്ട് വീശിയപ്പോഴ് When this net was casted second time, പെട്ടെന്ന് അതിന്റെ മേൽ ഒരു ഏർജ് വരികയാണ്, അല്ലെങ്കിൽ ഒരു കമ്പലിംഗ് ഫോഴ്സ് വരികയാണ്. ഈ മീനുകളെ ഒക്കെ ആ വലയ്ക്കകത്തേക്ക് ഫോഴ്സ് ചെയ്ത് എന്തോ അങ്ങ് കയറ്റി വിടുക. Amen. There is an urge within the fishes. There is a compelling force that wants them to get into that net. അവിടെ ഒരു കാറ്റും കോളും ഒന്നും അടിക്കുന്നില്ല, എന്നാൽ എന്തോ ഒന്ന് അതിനെ ആ ഫ്രീഡത്തിൽ നിന്ന് അവരുടെ ആ വലയ്ക്കകത്തേക്ക് അങ്ങ് ഇടിച്ചങ്ങ് കയറ്റി. There is no mention about any storm or anything, but there is a divine urge there happening that pushes all of these fishes into the net. ഞാൻ പറയത്തില്ല മീനുകള് കർത്താവിന്റെ കൽപ്പന കേട്ട് അനുസരിച്ച്, അതൊന്നും അല്ല. അതിനെ പൊക്കിയെടുത്ത് അതിനകത്തോട്ടങ്ങ് ഇടുവായിരുന്നു. It is not about the obedience of the fish. It is all about bringing them all together, pushing them all together in the net. വന്ന് കാടപ്പക്ഷികളെ പൊക്കിയെടുത്തോണ്ട് അവരുടെ പാളയത്തിൽ കൊണ്ടിട്ടതുപോലെ, Amen. Just like how quails were brought from the seas to the wilderness, പെന്തക്കോസ്തിന്റെ ദിവസം അന്ന് റിലീജിയസ് ആയിട്ടുള്ള യഹൂദന്മാരെ ദേവാലയത്തിന്റെ അവിടുന്ന് മാളിക മുറിയുടെ അടുക്കലേക്ക് അവരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നതുപോലെ, just like how the people who were surrounding and celebrating the festival in an upper room were attracted to this. അതിനെ വലയ്ക്കകത്ത് കയറ്റി 153 വലിയ മീനുകളെന്ന് എഴുതി It is വെച്ചിരിക്കുകയാണ്. clearly written 153 big fishes they caught that day. ഞാൻ പറയട്ടെ, ഞാൻ പോകത്തില്ല, ഞാൻ കേറത്തില്ല, ഇത് സമയമല്ല എന്നൊക്കെ പറഞ്ഞു വെളിയിൽ നിൽക്കുന്ന മീനുകളെയും കാടപ്പക്ഷികളെയും ഒക്കെ അകത്ത് കൊണ്ടുവരുന്ന ആത്മാവിന്റെ പ്രവൃത്തിയുടെ സീസണാണിത്. Fishes that say, I am not going to get in, I don't want to do this, the Lord is going to push them with a divine urge and get them into some nets. റിവൈവൽ വരുന്നുണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാല് വെളി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതൊക്കെ ദൈവം പൊക്കിയെടുത്ത് ഇടാൻ തുടങ്ങും. Amen. When a wind of revival blows, people who are shy, I don't want to get into this is not nice, the Lord will just push them inside. ഈ ചർച്ചിനെ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ മന്ത്രവാദം ചെയ്തുകൊണ്ട് പടിപ്പുറയൊക്കെ പിശാച് നിൽക്കുന്നുണ്ടായിരിക്കും, മന്ത്രവാദികൾ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ താളടിയായി പോയി ദൈവശക്തി വ്യാപരിക്കുന്ന സമയവും സീസണുമാണിത്. When the wind of God blows, there may be blind
black magicians and sorcerers against the church, but it will all nullify when the wind of God moves. ദൈവത്തിന്റെ കമ്പലിംഗ് പവർ ദൈവ സഭയുടെ മേല് ലോക രാജ്യങ്ങളുടെ മേലൊക്കെ വന്നിട്ട് വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവ സഭയെ The തയ്യാറാക്കുകയാണ്. compelling power of God is going to hit churches and churches across the nations. ഓ ഇന്ന് ആ ആത്മാവിന്റെ കാറ്റ് നിന്റെ ഹൃദയത്തിനകത്ത് വീശട്ടെ. Let this wind of the Holy Spirit blow within your heart. ഇന്ന് ആ വെള്ളം നിന്റെ അകത്ത് ആത്മാവിനെ നിന്റെ അകത്ത് ഒന്ന് ശക്തമായിട്ട് ഒന്ന് പ്രവർത്തിക്കാനായിട്ട് കൊടുത്താട്ടെ. Oh, give and surrender yourself for the work of the Holy Spirit to move. നീ പറയുമ്പോൾ നീ നടക്കുമ്പോൾ ഈ കമ്പലിംഗ് പവർ നിന്റെ അറൗണ്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. When you walk in the Holy Spirit and when you talk in the Holy Spirit, this compelling power will work around സാധാരണ you. നിന്നോട് സംസാരിക്കാത്തവരെ നിന്നോട് സംസാരിക്കാൻ People തുടങ്ങും. who usually don't initiate conversations with you will come and talk to you. പ്രവാചകൻ പറയുന്നത് പോലെ അവര് നിന്നെ കണ്ടുപിടിച്ചിട്ട് എന്നെ കൂടെ യഹോവയുടെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്ന ഒരു സീൻ വരും. Oh, just like how the prophet said, oh prophet, find me and take me also with you to the church. ഓ പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ Pray, പ്രാർത്ഥിച്ചാട്ടെ pray പ്രാർത്ഥിച്ചാട്ടെ. pray, ഓ pray, ആത്മാവിന്റെ കാറ്റ് നമ്മുടെ ഉള്ളിൽ വീശട്ടെ. Oh, let the wind of God blow. ഇത് ദൈവത്തിന്റെ സമയം, ഇത് ആത്മാവിന്റെ സമയം, ഇത് ഉണർവിന്റെ സമയം. This is the time of the Holy Spirit. This is the time of revival. This is the time of the change of season. അന്തര പ്രഭ രജ നഗ പ്രഭ ദലേ കെവേരി വൈഡ ലപ്ര വേല ദീന വൈഡ ലീപ്ര വേരെ. Come on, lift അന്തര your വൈഡ voice and start ലീപ്ര worshiping the മനറിയന്തരേ Lord. ധീര പ്രഭര ജലറിയന്തരേ. അന്തര വൈഡ റീപ്ര മനറിയന്തരേ പ്രഭാലകട വര 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 വര. അന്തല പ്രഭര വര വര ഗട 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 ഗട. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ആ കാറ്റ് ചിലരുടെ ജീവിതങ്ങളെ തൊടുകയാണ്. The wind of God is blowing and touching certain lives. ആത്മാവിന്റെ കാറ്റ് ചില വ്യക്തി ജീവിതങ്ങളെ തൊടുകയാണ്. The wind of God is touching certain lives. ആത്മാവിന്റെ കാറ്റ് ചില വ്യക്തി ജീവിതങ്ങളെ തൊടുകയാണ്. The wind of God is touching certain lives. ദൈവം നിന്നെ ഈ ഉണർവിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട്, The Lord wants to use you for a ഈ revival. ഉണർവിന് വേണ്ടി നിന്നെ To ഉപയോഗിക്കാനായിട്ട്, use you for a ചില revival. ജീവിതങ്ങളെ തൊടാനായിട്ട് നിന്നെ ഉപയോഗിക്കാനായിട്ട്, To touch certain lives, the Lord wants to use വലിയ you. കാറ്റിനെ നിന്റെ മേൽ അടിപ്പിച്ചിട്ട് Oh, the great wind is blowing upon നീ you. ഇതുവരെ ചെയ്തിരുന്ന പറക്കിക്കൊണ്ട് വന്നിരുന്ന രീതിയിലല്ല, Oh, not like things that you've seen before. എന്നാൽ ഒരു മാസ ഗ്യാതറിംഗ് പോലെ It's like some mass gatherings. ആത്മാവിന്റെ പ്രവൃത്തി സഭയിലൂടെ നിന്നിലൂടെ വെളിപ്പെടാൻ പോകുകയാണ്. Oh, the power of God is going to reveal. അഭിഷേകത്തിൽ നിറഞ്ഞ ദീപര ജലാറിയ പ്രഭ. Fill in the Holy Spirit. Fill in the Holy Spirit. Fill in the anointing. അഭിഷേകത്തിന്റെ 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 Anointing, anointing, anointing. Abdil Bertil Bertil. La brabata basata. Rababababababa. പുരുഷനും സ്ത്രീയും, Men and women, ഓ ചെറിയ കുഞ്ഞുങ്ങളും വലിയവരുമൊക്കെ, from young children to adults. ഓ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒക്കെ ഈ പുതിയ സീസണിൽ ഉപയോഗിക്കാൻ The താല്പര്യപ്പെടുകയാണ്. Lord wants to use everybody in this new season. ഓ അവിടെ പത്രോസ് മുതല് ഏറ്റവും ചെറിയവനായ യോഹന്നാൻ വരെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നതുപോലെ, From Peter the oldest to the youngest John, they stood together. ഒറ്റ പകല് കൊണ്ട് യെരൂശലേമിനെ കീഴ്മേൽ മറിക്കുന്നവരായി അവർ മാറിയതുപോലെ, Overnight they turned Jerusalem upside down in similar manner. 120 പേരിൽ നിന്ന് 3000 പേരിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് ജമ്പ് ചെയ്തതുപോലെ, From 120 to 3000 in a night. ഓ അവിടെ നിന്ന് 5000ത്തിലേക്ക് മാറുന്നത് പോലെ, From there
jump to 5,000. ദൈവത്തിന്റെ ഈ സമയത്ത് നിന്റെ മേലെ ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ദൈവത്തിന്റെ പവർ അടിച്ചിട്ട് അത് നിന്നെ കൊണ്ട് അത്ഭുത കാര്യങ്ങൾ ചെയ്യാൻ പോയി. The Lord wants to blow an extreme power of God and do an exponential growth through you. ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ ശക്തിയായിട്ട് ഊതിയിട്ട് ചില നിഹതന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവസഭയെ നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. The wind of God is blowing over church to raise up some dead dry bones. ഈ സമയത്ത് ദൈവത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിലരെ തൊടുകയാണ്. The power of the Holy Spirit is touching people tonight. ഇതുവരെ ആത്മാവിന്റെ നദിയിൽ ഇറങ്ങിയിട്ടില്ലാത്തവര് കർത്താവേ ഇന്ന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞാട്ടെ. If you haven't surrendered your life for the river of God to flow through you, surrender it this morning. ആത്മാവിൽ നിന്ന് പാനം ചെയ്യാൻ തുടങ്ങിയാട്ടെ. Drink from the river that flows. അഭിഷേകത്തിൽ നിറഞ്ഞ് filled in the anointing. അന്യഭാഷയിൽ സംസാരിച്ച് Open your mouth and start speaking ആത്മാവിന്റെ in tongues. അഭിഷേകത്തിൽ നിറഞ്ഞ് speak in tongues. കർത്താവേ നിന്റെ നാമത്തിനു വേണ്ടി Lord, for your name's glory. എന്റെ ശക്തിയുടെ അനുവാദത്തിലല്ല, Lord, not by my power, എന്റെ ബുദ്ധിയുടെ അനുവാദത്തിലല്ല, not by the permission of my mind, എന്നാൽ നിന്റെ കാറ്റിന്റെ ആ ശക്തിയുടെ അനുവാദത്തിൽ എന്നൂടെ പ്രവർത്തിക്കണമേ. but by the power of your wind move through me. Shambre dara jana vaida prabara jana dile 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 dile.